നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്തിനായിട്ടൊക്കെ ഒരുക്കണം? ചില വചനങ്ങൾ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അധരം കൊണ്ട് ബഹുമാനമുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. ഇതൊരു വലിയ സത്യമാണ്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് വേണേൽ അധരം കൊണ്ട് ദൈവത്തെ അങ്ങ് ബഹുമാനിക്കാം, പക്ഷേ ഹൃദയം എവിടെ വെച്ചിരിക്കുന്നത്? ദൂരെ. അപ്പം ദൂരെ ഹൃദയം വെച്ചിട്ടും അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാം. പക്ഷെ അതെന്ത് ബഹുമാനമോ? അത് ദൈവം അത് ബഹുമാനമായിട്ട് കൂട്ടുന്നുണ്ടോ? കാണുന്നവർ വരിക്കും, അയ്യോ ഇയാൾ എന്തൊരു ബഹുമാനമോ അല്ലേ? നമ്മളതിന് പറയുന്ന വേറൊരു പേരാണ് ആരാധന. ഹൃദയം ദൂരത്ത് വെച്ചിട്ടും വാ കൊണ്ട് എന്ത് ചെയ്യാം? അങ്ങ് ആരാധിക്കാം. ഞാനും ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഞാനും സത്യം ഇടയ്ക്ക് ഒരിടത്ത് തന്നപ്പോൾ എനിക്ക് ഇറങ്ങി ഓടണമെന്ന് തോന്നി, ഇരിക്കാൻ പറ്റുന്നില്ല. ആടിച്ചങ്ങ് പെരുക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആടിച്ച് പെരുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളങ്ങ് 3-ാം സ്വർഗത്തോളം കയറിയുന്ന. ഹൃദയം എവിടെ? ഹൃദയം വേറെ എങ്ങാണ്ടായിരിക്കുന്നത്. ആടിച്ച് പെരുക്കുന്നതിന് ഒരു കുറവുമില്ല. ദയവായി ഇന്ന് ഈ വചനപ്രകാരം ഹൃദയം ദൂരത്ത് വെച്ചിട്ട് ആധരം കൊണ്ടുവന്ന് ആരാധിക്കരുത്. ഇന്ന് ആരെങ്കിലും നിങ്ങൾ വെറുതെ ആധരം കൊണ്ടുള്ളൊരു ആരാധന, അതിന് ബൈബിൾ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, ലിപ്പ് എക്സസൈസ്. എന്താണ്? അധര ചർവണം. അതിൻ്റെ അർത്ഥം എന്താ? ഈ വാ കൊണ്ടുള്ളത്